അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആസന്നമാകുന്ന റജബ് മാസം, ആ റജബ് മാസത്തിൻ്റെ 5 ശ്രേഷ്ഠതകളാണ് നിങ്ങളോട് ഉണർത്തുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോക്കൊരു ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കാണുക. വിശുദ്ധമായിരിക്കുന്ന റജബ് മാസത്തിനിക്ക് ധാരാളം ശ്രേഷ്ഠതകൾ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ കിതാബുകളിലൂടെ നമ്മെ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠതകളിലൊന്നാണ് റജബുൻ ഷഹറുല്ലാഹ്. റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് കാണാം. റജബുൻ ഷഹറുല്ലാഹി, റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് പറഞ്ഞതിലൂടെ തന്നെ റജബ് മാസത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റുള്ള 12 മാസങ്ങളും അത് അള്ളാഹുവിൻ്റെ മാസം തന്നെയാണ്. എന്നാൽ റജബ് മാസത്തിനിക്ക് പ്രത്യേകമായിരിക്കുന്ന ശ്രേഷ്ഠതയും പവിത്രതയുമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് റജബുൻ ഷഹറുല്ലാഹി എന്ന് ആ റജബ് മാസത്തിനെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ റജബ് മാസം, അതിനെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും വളരെയധികം സ്നേഹിക്കുകയും ചെയ്യേണ്ട മാസമാണ് റജബ് മാസം. റജബ് മാസത്തിനെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ലികസ്റത്തിൽ മഅ്ഫിറത്തിൽ ഇബാദ്, അടിമകൾക്ക് അധികരിച്ച് ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന മാസമാണ് റജബ് മാസം. അടിമകൾക്ക് ധാരാളമായി അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന മാസം. അതുപോലെ തന്നെ രണ്ടാമത്തെ ശ്രേഷ്ഠത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന നമുക്കറിയാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, റജബ് മാസത്തിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണം. അള്ളാഹുവിൻ്റെ ബറക്കത്ത് പ്രത്യേകമായി ഇറങ്ങുന്ന മാസമാണ് റജബ് മാസം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ റജബ് മാസത്തിൽ ധാരാളമായി ഈ റജബ് മാസത്തിൽ നാം ധാരാളമായി അള്ളാഹുവിനോട് ബറക്കത്തിനെ ചോദിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഅനാ റമളാൻ. അല്ലാഹുവേ, റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണം. നിന്റെ ബറക്കത്തിനെ ഞങ്ങൾക്ക് ധാരാളമായി നൽകണം. എന്നിട്ട് ആ ബറക്കത്തുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് വ ബല്ലിഅനാ റമളാൻ, ഞങ്ങളെ നീ റമളാനിലേക്ക് എത്തിക്കണേ എന്ന അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു മാസങ്ങളിലൊന്നും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റജബ് മാസത്തിൽ മുത്തുനബി അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് തന്നെ ബറക്കത്ത് ധാരാളമായി നമുക്ക് തരുന്ന ഒരു മാസമാണ് റജബ് മാസം. അത് തന്നെ റജബ് മാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മൂന്നാമത്തെ റജബ് മാസത്തിൻ്റെ പ്രത്യേകത, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം. 4 മാസങ്ങൾ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ്. അതിലെ ഒരു മാസമാണ് റജബ്. ആ റജബ് മാസത്തിൽ യുദ്ധമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്തുകൊണ്ട്, ആരാധനകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ്, റമളാനിന് വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് റജബ് മാസം. അതുകൊണ്ടാണ് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് റജബ് മാസം. നാലാമത്തെ പ്രത്യേകത എന്നുള്ളത്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നിസ്കാരം നിർബന്ധമാക്കിയ മാസമാണ്. പഞ്ചസ്തംഭങ്ങളിൽ രണ്ടാമത്തതാണല്ലോ നിസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ നിസ്കാരം മുഅ്മിനീങ്ങളായിരിക്കുന്ന നമുക്ക് നിർബന്ധമാക്കപ്പെട്ട മാസമാണ് നിസ്കാരം. ആ മറ്റു മാസങ്ങളിലൊന്നുമല്ലല്ലോ നിസ്കാരത്തിന് അല്ലാഹു തആല തിരഞ്ഞെടുത്തത്. റജബ് മാസത്തിലാണ് നമുക്കത് തിരഞ്ഞെടുത്ത് അല്ലാഹു നൽകിയത്. അതുകൊണ്ട് തന്നെ റജബ് മാസത്തിനിക്ക് ശ്രേഷ്ഠതയുണ്ട്, പവിത്രതയുണ്ട്. 5ാമത്തെ റജബ് മാസത്തിൻ്റെ ശ്രേഷ്ഠത, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തുകളിലൊന്നായ ഇസ്റാ മിഅ്റാജ് നടന്ന മാസമാണ് വിശുദ്ധമായിരിക്കുന്ന റജബ് മാസം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായിരിക്കുന്ന വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ കഴിഞ്ഞാൽ 2ാമത്തെ നബി തങ്ങളുടെ ഏറ്റവും വലിയൊരു മുഅ്ജിസത്താണ് ഇസ്റാ മിഅ്റാജ്. ഇസ്റാ മിഅ്റാജിൻ്റെ ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പറയാം.
ഈ ഇസ്രാ മിഅ്റാജ് നടന്നത് റജബ് മാസത്തിലാണ്. ആമുൽ ഉസൻ എന്ന് പറയുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായിരിക്കുന്ന വർഷമെന്നറിയപ്പെടുന്ന ആമുൽ ഉസൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം നൽകിയിരുന്ന പിതൃവ്യനായിരിക്കുന്ന അബൂ ത്വാലിബിൻ്റെ മരണവും അതുപോലെ തന്നെ പ്രിയ ഭഗ്നിയായിരുന്ന ഖദീജ ബീവിയുടെ മരണവുമൊക്കെ നടന്ന നുബുവത്തിൻ്റെ 10-ാം വർഷം, നബി തങ്ങൾക്ക് വളരെയധികം വിഷമകരമായി നിന്നിരുന്ന ആമുൽ ഉസൻ, ആ സങ്കടത്തിൽ നിന്ന് മുത്തുനബിക്കൊരു സന്തോഷം നൽകുന്നതിന് വേണ്ടി അല്ലാഹു തആല ഇസ്റാ മിഅ്റാജ് നടത്തിയെന്ന് ചരിത്രങ്ങളിലൂടെ കാണാൻ കഴിയും. ആ ഇസ്റാ മിഅ്റാജിന് വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്ത മാസം അത് റജബ് മാസമാണ്. അതുകൊണ്ട് തന്നെ റജബ് മാസത്തിനിക്ക് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. ആ റജബ് മാസത്തെ നാം പരിഗണിക്കുകയും റജബ് മാസത്തിൽ അള്ളാഹുവിനോട് കൂടുതൽ ബറക്കത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയും കൂടുതൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു തആല നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.